വിരൽത്തുമ്പിൽ കിട്ടുന്നത് വിവരങ്ങൾ മാത്രമാണെന്നും അറിവും ഉള്ളടക്കവും ഉണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി വായിക്കണമെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ വേങ്ങര നിയോജക മണ്ഡലത്തിലെ കുറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലക്കകത്ത് കാതലായ മാറ്റമുണ്ട്. വലിയ രീതിയിൽ വിദ്യാഭ്യാസം കേരള മോഡൽ വളരെ പ്രശംസനീയമായ മോഡലാണ്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അനുദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന കുട്ടികളോട് 1-2 പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, എല്ലാ ദിവസവും പത്രം വായിക്കണം. കൈപൊക്കിയായി ഉന്നത വിജയികൾ എത്ര പേര് പത്രം വായിക്കാറുണ്ട്? ഒരാള്, 2 ആള്. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതിനും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാവുന്നതിനും വായന അനിവാര്യമാണെന്നും സ്പീക്കർ പറഞ്ഞു. പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്താവുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരണം. അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലും നടക്കുന്നുണ്ട്. ഏതു ടെക്നോളജിയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥികൾക്കുണ്ടാവണമെന്നും സ്പീക്കർ പറഞ്ഞു. ഓൺലൈൻ പത്രം വായിക്കാറുണ്ടോ? അതുമില്ല. റീഡിംഗ് ഉണ്ടോ? യെസ്. റീഡിംഗ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും പത്രത്തിൻ്റെ എഡിറ്റോറിയലെങ്കിലും വായിപ്പിക്കണം. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചാലുള്ള ഗുണം എന്താ? ഉച്ചത്തിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കുന്നു. 1, കുട്ടിക്ക് അക്ഷരസ്ഫുടതയുണ്ടാകും. 2, കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഒറേറ്റർ പ്രസംഗം എന്ന കലയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് നിർബന്ധമായും പത്രപാരായണം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ, വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്ന് 3.90 കോടി രൂപ ചിലവിട്ടാണ് 3 നിലകളിലായി 18 ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാൾ, ശുചിമുറികൾ, സയൻസ്, കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ അടക്കമുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. CCN മലപ്പുറം.